വെൽക്കം ടു അക്കൗണ്ട്സ് ക്യാമ്പസ്. അങ്ങനെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് കമ്പനി ക്രിയേഷൻ ആൻഡ് കസ്റ്റമൈസേഷൻ. ഓക്കെ അല്ലേ? ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ കമ്പനി ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ടാലിയിലെ ആക്ടിവിറ്റീസുകൾ, അതായത് നമ്മൾ എവിടെയാണ് ട്രാൻസാക്ഷൻ ചെയ്യുക, അതേപോലെ തന്നെ റിപ്പോർട്ട്സ് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുക, ലെഡ്ജറുകൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് പ്രൈമറി വിൻഡോ ഓഫ് എ കമ്പനി. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് പ്രൈമറി വിൻഡോ ഓഫ് എ കമ്പനി. ടാലി സോഫ്റ്റ്വെയറിൽ പ്രൈമറി വിൻഡോ ഓഫ് എ കമ്പനി. ടാലി സോഫ്റ്റ്വെയറിൽ ഒരു കമ്പനി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം വരുന്ന സ്ക്രീന്, നിങ്ങൾ ഈ സ്ക്രീന് രണ്ട് ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ അക്കൗണ്ട്സ് ക്യാമ്പസ് എന്ന കമ്പനി ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ പ്രൈമറി സ്ക്രീനാണ്, വിൻഡോ ആണത്. അത് രണ്ട് ഭാഗമായിട്ട് സെൻട്രൽ ലൈന് കാണാം. ഓക്കെ അല്ലേ? അത് ലെഫ്റ്റ് പോർഷനും ഉണ്ട്, റൈറ്റ് പോർഷനും ഉണ്ട്. ലെഫ്റ്റും ഉണ്ട്, റൈറ്റും ഉണ്ട്. ലെഫ്റ്റ് പോർഷൻ എന്ന് പറഞ്ഞാൽ ടു നോ വർക്കിംഗ് സ്റ്റാറ്റസ് അറിയാൻ. റൈറ്റ് പോർഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ വർക്കിംഗ് ഏരിയ, ആക്റ്റീവ് ഏരിയ. ഓക്കെ അല്ലേ? ഈ ലെഫ്റ്റ് പോർഷനിൽ നോക്ക്, നെയിം ഓഫ് കമ്പനി. നമ്മൾ ഏത് കമ്പനിയുടെ വർക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അക്കൗണ്ട്സ് ക്യാമ്പസ്. കറണ്ട് പീരീഡ്, അത് ഏത് സാമ്പത്തിക വർഷത്തിലെ വർക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? 1 April 2024 to 31 March 2025 അല്ലേ? കറണ്ട് ഡേറ്റ്, ഇന്നത്തെ ഡേറ്റ് എത്രയാണ്? സാറ്റർഡേ 6 July 2024. ഓക്കെ അല്ലേ? പക്ഷെ നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കുക, നിങ്ങൾക്ക് ഡേറ്റ്, നിങ്ങൾ ടാലിയുടെ ഒറിജിനൽ ലൈസൻസ്ഡ് വേർഷൻ ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഡേറ്റുകൾ കിട്ടുള്ളൂ. അല്ലെങ്കിൽ വെറും 1, 2 പിന്നെ മന്ത് എൻഡ്, 1-ാം തീയതി അല്ലെങ്കിൽ 2-ാം തീയതി അല്ലെങ്കിൽ മന്ത് എൻഡ് മാത്രമേ കിട്ടുള്ളൂ. 30-ാം തീയതി അല്ലെങ്കിൽ 31-ാം തീയതി. ടാലിയുടെ ലൈസൻസ്ഡ് വേർഷനിൽ മാത്രമേ എല്ലാ ഡേറ്റും കിട്ടുള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, അക്കൗണ്ട്സ് ക്യാമ്പസിൻ്റെത് സ്റ്റുഡൻസിന് കൊടുക്കുന്നത് ടാലിയുടെ ലൈസൻസ്ഡ് വേർഷനാണ്, അതായത് ഒറിജിനൽ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഡേറ്റ് 6 July. ഡേറ്റ് ഓഫ് ലാസ്റ്റ് എൻട്രി, ലാസ്റ്റ് എത്രാം തീയതി വരെയാണ് നമ്മൾ ലാസ്റ്റ് ട്രാൻസാക്ഷൻ ചെയ്തത്? നോ വൗച്ചേഴ്സ് ആർ എൻറ്റേർഡ്. ഒരു ട്രാൻസാക്ഷൻ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടില്ല, കാരണം ട്രാൻസാക്ഷൻ ചെയ്തിട്ടില്ല, കമ്പനി മാത്രമേ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ അല്ലേ? ഇനി വലത് ഭാഗത്താണ് നമ്മുടെ വർക്കിംഗ് ഏരിയ, നമ്മുടെ ഓപ്ഷൻസ് ഒക്കെ ഉള്ളത്. ഇവിടെയാണ് നമ്മുടെ ആക്റ്റീവ് ഏരിയ. ഓക്കെ അല്ലേ? അതിൽ മെയിനായിട്ട് 4 ഭാഗങ്ങളാക്കി തരംതിരിച്ചിട്ടുണ്ട്: മാസ്റ്റേഴ്സ്, ട്രാൻസാക്ഷൻസ്, യൂട്ടിലിറ്റി, റിപ്പോർട്ട്സ്. ഓക്കെ അല്ലേ? അപ്പോൾ മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഫോർ ഓൾ ക്രിയേഷൻ ആൻഡ് എഡിറ്റിംഗ് ആൻഡ് ഡിസ്പ്ലേ മാസ്റ്റർ. അതായത് നമ്മുടെ കമ്പനിയിലേക്ക് ആവശ്യമായ ലെഡ്ജറുകൾ, അതായത് അക്കൗണ്ട് ഹെഡുകൾ, സ്റ്റോക്ക്, പ്രൊഡക്റ്റുകളുടെ പേര്, അതേമാതിരി ടാക്സ് അക്കൗണ്ടുകൾ, ടാക്സ് ഡീറ്റെയിൽസ്, ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യാനാണ് മാസ്റ്റേഴ്സ് ഉപയോഗിക്കുക. മാസ്റ്റേഴ്സ് ഇപ്പോൾ എക്സാമ്പിൾ, നമ്മുടെ കമ്പനിക്ക് ആവശ്യമായ ലെഡ്ജർ, സ്റ്റോക്കുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാനും അതിനെ ഓൾട്ടർ ചെയ്യാനും ചെയ്തതിൻ്റെ ലിസ്റ്റ് കാണാനുമാണ് ഏത് മാസ്റ്റേഴ്സ് ഉപയോഗിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ അതേപോലെ തന്നെ ട്രാൻസാക്ഷൻ എന്തിനാണ്? ഓരോ ദിവസത്തെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ച അക്കൗണ്ടുകൾ ഉപയോഗിച്ചിട്ട്, ലെഡ്ജറുകൾ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ സ്റ്റോക്കുകൾ ഉപയോഗിച്ചിട്ട് ട്രാൻസാക്ഷൻ ചെയ്യാനാണ് ഏത് സെക്ഷൻ ഉപയോഗിക്കുക? ട്രാൻസാക്ഷൻ. ഓക്കെ അല്ലേ? ട്രാൻസാക്ഷൻ. അടുത്തത് റിപ്പോർട്ട്സ്. നമ്മൾ ചെയ്ത ട്രാൻസാക്ഷൻ അനുസരിച്ചുള്ള റിപ്പോർട്ടുകൾ, റിസൾട്ടുകൾ, ഇപ്പോൾ ലെഡ്ജറിൻ്റെ ബാലൻസുകൾ, സ്റ്റോക്കിൻ്റെ ബാലൻസുകൾ, ടാക്സിൻ്റെ ബാലൻസുകൾ, ഇതൊക്കെ അറിയാനാണ് ഏത് റിപ്പോർട്ട്സ് ഉപയോഗിക്കുന്നത്. ക്ലിയർ ആയല്ലോ? മാസ്റ്റേഴ്സ് ഫോർ ഓൾ ക്രിയേഷൻ ആൻഡ് എഡിറ്റിംഗ്, ഡിസ്പ്ലേ. ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ഡേ ടു ഡേ ട്രാൻസാക്ഷൻ ചെയ്യാൻ. റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എല്ലാ റിപ്പോർട്ട്സുകളും കാണാൻ. ഇനി ഇതിൽ പറയാത്തൊരു ഓപ്ഷൻ ഉണ്ട്, യൂട്ടിലിറ്റീസ്. അത് ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ. അതിൽ മാസ്റ്റേഴ്സിൽ ക്രിയേറ്റ്, ആൾട്ടർ, ചാർട്ട് ഓഫ് അക്കൗണ്ട്. നമ്മുടെ കമ്പനിക്ക് ആവശ്യമായ ലെഡ്ജർ, സ്റ്റോക്കുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ മാത്രമാണ് ക്രിയേറ്റ് ഉപയോഗിക്കുക. കണ്ടോ? ലെഡ്ജറുകളൊക്കെ, അക്കൗണ്ടിങ് ഡീറ്റെയിൽസുകളൊക്കെ മാസ്റ്റേഴ്സൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ അക്കൗണ്ടിങ് മാസ്റ്റേഴ്സ്. ലെഡ്ജറുകൾ, കറൻസികൾ, അതൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ. സ്റ്റോക്ക്, പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട എല്ലാ ക്രിയേഷനും ചെയ്യാനാണ് ഏത്? പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സെയിൽ ചെയ്യാൻ വെച്ചിരിക്കുന്ന പ്രൊഡക്റ്റ്, നമ്മുടെ സെല്ലിംഗ് പ്രൊഡക്റ്റ്, ആ പ്രൊഡക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാനാണ് ഏത് ഉപയോഗിക്കുന്നത്? ഇൻവെൻട്രി മാസ്റ്റേഴ്സ്. ഓക്കെ അല്ലേ? പിന്നെ കമ്പനിയുടെ GST ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ടാക്സ് റേറ്റുകളൊക്കെ സെറ്റ് ചെയ്യാനാണ് GST മാസ്റ്റേഴ്സ്, സ്റ്റാറ്റ്യൂട്ടറി മാസ്റ്റേഴ്സ്. അതേപോലെ തന്നെ കമ്പനിയുടെ GST രജിസ്ട്രേഷൻ നമ്പർ, പാൻ കാർഡ് ഡീറ്റെയിൽസ് ഒക്കെ അടിക്കാനാണ് സ്റ്റാറ്റ്യൂട്ടറി ഡീറ്റെയിൽസ് കൊടുക്കുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. അടുത്തത് ഓൾട്ടർ. നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്ത ലെഡ്ജർ, സ്റ്റോക്കുകൾ, അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ ഓൾട്ടർ ചെയ്യാനാണ് ഓൾട്ടർ ഉപയോഗിക്കുക. ഇവിടെയും അതേ ഓപ്ഷൻ തന്നെയാണ്,
അക്കൗണ്ടിങ് മാസ്റ്റേഴ്സ്, ഇൻവെൻട്രി മാസ്റ്റേഴ്സ്, സ്റ്റാറ്റ്യൂട്ടറി മാസ്റ്റേഴ്സ് ആൻഡ് സ്റ്റാറ്റ്യൂട്ടറി ഡീറ്റെയിൽസ് അല്ലേ. ഇപ്പോൾ എക്സാമ്പിൾ പോയി കഴിഞ്ഞാൽ ഇവിടെ മാസ്റ്റേഴ്സിൽ ക്രിയേറ്റ് അടിച്ച് കഴിഞ്ഞാൽ കണ്ടോ ലെഡ്ജർ എടുത്തു, ബ്ലാങ്ക് ആയിരിക്കും, എല്ലാം ബ്ലാങ്ക് ആയിരിക്കും. ഓക്കെ അല്ലേ, ബ്ലാങ്ക് ആയിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ ഞാനൊരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാണ്, ഓഫീസ് റെൻറ്റ് ക്രിയേറ്റ് ചെയ്തു അല്ലേ. അക്കൗണ്ട് ഗ്രൂപ്പ് ഇതൊക്കെ ഞാൻ പറയട്ടെ, സെപ്പറേറ്റ് എടുത്ത് തരേണ്ട അക്കൗണ്ട് ഗ്രൂപ്പിനെ കുറിച്ചൊക്കെ. ജസ്റ്റ് സേവ് ചെയ്തു. ഞാൻ ക്രിയേറ്റ് ചെയ്ത ലെഡ്ജർ നമുക്ക് എഡിറ്റ് ചെയ്യണം. അതിനാണ് ഏത് ആൾട്ടർ, കണ്ട ആൾട്ടറിൽ വന്നു. എന്താണ് ലെഡ്ജർ? ഇവിടെ ബ്ലാങ്ക് ആയിരിക്കില്ല, ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ലിസ്റ്റുകളായിരിക്കും. അതിൽ ഏതിനെയാണ് എഡിറ്റ് ചെയ്യേണ്ടത്? ഓഫീസ് റെൻ്റ് എടുത്തു, എൻ്റർ അടിച്ചു, എഡിറ്റ് ചെയ്യുക. കണ്ടോ, എഡിറ്റ് ചെയ്യുക. ഓക്കെ അല്ലേ, എഡിറ്റ് ചെയ്യുക. വേണ്ടി വന്നാൽ അത് ഡിലീറ്റും ചെയ്യാം. അറിയാലോ, ഇവിടുന്ന് ഓൾട്ട് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് കമ്പനിയൊക്കെ ഡിലീറ്റ് ചെയ്ത പോലെ, ഓൾട്ടറേഷനിൽ ഡിലീറ്റ് ചെയ്ത പോലെ ഓൾട്ട് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഡിലീറ്റ്, ആ അക്കൗണ്ട് പോയി. കണ്ടോ, ഓഫീസ് റെൻ്റ് പോയി. ഓക്കെ അല്ലേ, കണ്ടോ. അതാണ് ഓൾട്ടറേഷൻ, എഡിറ്റിംഗ് ആൻഡ് ഡിലീറ്റിംഗ്. ചാർട്ട് ഓഫ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ച അക്കൗണ്ടുകളുടെയും സ്റ്റോക്കുകളുടെയൊക്കെ ലിസ്റ്റ് കാണാൻ. കണ്ടോ, അപ്പോൾ ലെഡ്ജർ എടുത്തു കഴിഞ്ഞാൽ ലെഡ്ജറിൻ്റെയൊക്കെ ലിസ്റ്റ് കാണാം. അതേമാതിരി സ്റ്റോക്കിൻ്റെ ഒക്കെ ലിസ്റ്റ് നമുക്കിവിടെ അറിയാൻ പറ്റും. അതർ മാസ്റ്റേഴ്സിലൊക്കെ സ്റ്റോക്കിൻ്റെ ലിസ്റ്റൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ അല്ലേ, ഞാനിതിലൊന്നും ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഇതിലേക്ക് പോകാത്തത്. കേട്ടോ, അടുത്തത് ട്രാൻസാക്ഷനിൽ 2 സെക്ഷനാണ്, വൗച്ചറും ഡേബുക്കും. വൗച്ചർ എന്ന് പറഞ്ഞാൽ ഓരോ ദിവസത്തെ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യാനാണ് ഓരോ ദിവസത്തെയും ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യാനാണ് വൗച്ചർ ഉപയോഗിക്കുന്നത്. മനസ്സിലായല്ലോ. ചെയ്ത ട്രാൻസാക്ഷൻ കാണാനും എഡിറ്റ് ചെയ്യാനാണ് ഡേബുക്ക്. ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അടുത്തത് റിപ്പോർട്ട്സ് ഞാൻ പറഞ്ഞല്ലോ. കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് റിസൾട്ട് അറിയാനാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. കമ്പനിയുടെ സ്റ്റോക്കിൻ്റെ സമ്മറി അറിയാൻ, ബാലൻസ് എത്ര സ്റ്റോക്ക് ഉണ്ട് എന്ന് അറിയാനാണ് സ്റ്റോക്ക് സമ്മറി. റേഷ്യോ റിപ്പോർട്ട്സ് കിട്ടാനാണ് റേഷ്യോ അനാലിസിസ്. കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് അറിയാനാണ് ബാലൻസ് ഷീറ്റ്. അതുകൂടാതെ അതർ റിപ്പോർട്ട്സും ഉണ്ടാവും. മനസ്സിലായല്ലോ. ഡിസ്പ്ലേ മോർ റിപ്പോർട്ട് പോയി കഴിഞ്ഞാൽ മറ്റൊരുപാട് റിപ്പോർട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. അതല്ല, ഇവിടെ ഗോ എന്ന് കണ്ടോ, ഗോ ഓൾട്ട് ജി അല്ലേ. ഓൾട്ട് ജി അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് റിപ്പോർട്ടാണ് വേണ്ടത് വെച്ചാൽ സെർച്ച് ചെയ്തെടുക്കാം. മനസ്സിലായല്ലോ. ഇപ്പോൾ സെയിൽസ് രജിസ്റ്റർ വേണമെങ്കിൽ സെയിൽസ് കണ്ടോ, അങ്ങനെ സെയിൽസ് രജിസ്റ്റർ എടുത്ത് നോക്കാം. മനസ്സിലായല്ലോ. മനസ്സിലായല്ലോ, സെയിൽസ് രജിസ്റ്റർ എടുത്ത് നോക്കാം. കണ്ടോ, ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഓക്കെ അല്ലേ, കണ്ടോ. അങ്ങനെ റിപ്പോർട്ട്സുകൾ അറിയാനാണ് റിപ്പോർട്ട്സ്. ഓക്കെ അല്ലേ, കണ്ടോ. ഇത്രയാണ് നമ്മുടെ ഗേറ്റ് വേ ഓഫ് ടാലി. ഇത്രയും ഫീച്ചേഴ്സ് അടങ്ങിയിരിക്കുന്ന ഈ ഏരിയയ്ക്ക് പറയുന്ന പേരാണ് ഗേറ്റ് വേ ഓഫ് ടാലി. ഓക്കെ അല്ലേ. അതിൽ വീണ്ടും ചുരുക്കി പറയാം, മാസ്റ്റേഴ്സ് ട്രാൻസാക്ഷൻ റിപ്പോർട്ട്. നമ്മുടെ കമ്പനിക്ക് ആവശ്യമായ ലെഡ്ജർ, സ്റ്റോക്കുകൾ, ടാക്സിൻ്റെ ഒക്കെ മാസ്റ്റർ ഡാറ്റകൾ ക്രിയേറ്റ് ചെയ്യാനാണ് മാസ്റ്റേഴ്സ് ഉപയോഗിക്കുക. ക്രിയേഷൻ മാത്രമല്ല, എഡിറ്റിംഗ്, ഡിലീറ്റിംഗ്, ഡിസ്പ്ലേ ഉണ്ട്. ആ ക്രിയേറ്റ് ചെയ്ത് വെച്ച മാസ്റ്റേഴ്സ് ഉപയോഗിച്ചിട്ട് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യാനാണ്, ജേണൽ എൻട്രീസ് ഒക്കെ റെക്കോർഡ് ചെയ്യാനാണ് ട്രാൻസാക്ഷൻ എന്ന സെക്ഷൻ. അതിൽ വൗച്ചർ, ഡേ ബുക്ക്. ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യാൻ വൗച്ചർ, ചെയ്ത ട്രാൻസാക്ഷൻ കാണാൻ ഡേ ബുക്ക്. ഓക്കെ അല്ലേ. പിന്നെ ഇതിൻ്റെയൊക്കെ റിപ്പോർട്ട്, റിസൾട്ട് അറിയാനാണ് റിപ്പോർട്ട്സ്. ഇനി ഇത് കൂടാതെ യൂട്ടിലിറ്റീസ് എന്ന സെക്ഷൻ ഉണ്ട് അല്ലേ. അതിൽ കാര്യമായിട്ട് വരുന്നത് ബാങ്കിങ്. ഇതിൽ എന്തൊക്കെയാണ് നമുക്കുള്ളത്? ഇപ്പോൾ നമുക്കറിയാം, ബാങ്കിൽ പോയി കഴിഞ്ഞാൽ അവർ പാസ്ബുക്ക് എഴുതല്ല, അപ്പോൾ പ്രിൻറ്റിംഗ് അല്ലേ. അതേപോലെ തന്നെ നിങ്ങൾക്ക് ടാലി സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് ചെക്ക് പ്രിൻറ്റിങ് ചെയ്യാൻ പറ്റും. ചെക്കിൽ എഴുതേണ്ട ആവശ്യമില്ല, നമ്മൾ ചെക്ക് പ്രിൻറ്റിങ് ചെയ്യാം. അതുപോലെ നമ്മൾ കൊടുത്ത ചെക്കിൻ്റെ രജിസ്റ്ററുകൾ, ബാങ്ക് നിങ്ങൾക്ക് ചെക്ക് ലീഫ് വന്നിട്ടുണ്ടാവില്ലേ, അത് ഓരോ ചെക്കും ആർക്കൊക്കെയാണ് കൊടുത്തത് നമുക്കറിയാൻ പറ്റും. അതുപോലെ തന്നെ ആ പോസ്റ്റ് ഡേറ്റഡ്, ഫ്യൂച്ചർ ഡേറ്റഡ് ചെക്കുകളുടെ സമ്മറി കാണാൻ പറ്റും. മനസ്സിലായല്ലോ. കൂടാതെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യുക. ബാങ്ക് റീകൺസിലിയേഷൻ പ്രോസസ്സ് ചെയ്തിട്ട് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് റിപ്പോർട്ട് നമുക്കിതിൽ തയ്യാറാക്കാൻ പറ്റും. മനസ്സിലായല്ലോ കേട്ടോ. ഇത്രയാണ് നമ്മുടെ ഗേറ്റ് വേ ഓഫ് ടാലി സോഫ്റ്റ്വെയറിൻ്റെ പ്രൈമറി സ്ക്രീനിൽ വരുന്നത്.